പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ആ കല്ലറ തുറന്നപ്പോൾ വിശുദ്ധന്റെ അഴുകാത്ത നാവ് കരങ്ങളിൽ എടുത്തുകൊണ്ട് വിശുദ്ധ ബലവച്ചം ഇപ്രകാരം പാടി, ഓ വാഴ്ത്തപ്പെട്ട നാവേ, നീ എത്രമാത്രം ദൈവസ്തുതി ഗീതികൾ പാടിയെന്ന്. വിശുദ്ധന്റെ ആ വാഴ്ത്തപ്പെട്ട നാവ്, അനശ്വരമായ നാവ് ഇപ്പോൾ നമ്മുടെ മധ്യേ വിശ്വാസങ്ങളുടെ മധ്യേ എഴുന്നള്ളിച്ചു കൊണ്ടുപോവുകയാണ്. വിശ്വാസത്തോടെ എല്ലാവരും പ്രാർത്ഥിക്കുക. ഒത്തിരിയേറെ ദൈവസ്തുതി ഗീതികൾ പാടുക. ദൈവത്തിന്റെ വചനം മറ്റുള്ളവർക്ക് ഒത്തിരിയേറെ ആശ്വാസവും സൗഖ്യവും പകർന്ന വിശുദ്ധന്റെ ആ അഴുകാത്ത നാവിന്റെ തിരിച്ചേറ്റിപ്പാണ് ഇപ്പോൾ എഴുന്നള്ളിച്ചു കൊണ്ടുപോകുന്നത്. എല്ലാവർക്കും വേറെ ഭക്തിയോടുകൂടെ പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, പതുവായിൽ വിശുദ്ധ അന്തോണീസിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് വിശുദ്ധന്റെ അഴുകാത്ത നാവ്. കിഴക്കിന്റെ വാതുവ എന്നറിയപ്പെടുന്ന ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസ് പുണ്യവാളന്റെ ഈ ദേവാലയത്തിലെ പ്രത്യേകമായി നമ്മൾ വണങ്ങുന്ന വിശുദ്ധന്റെ ആ അഴുകാത്ത നാവിന്റെ തിരിശേഷിപ്പാണ് ഇന്നേ ദിനം വിശ്വാസികളുടെ മധ്യേ ഇപ്പോൾ ഏറെ ഭക്തിയോടുകൂടെ നമ്മൾ എഴുന്നള്ളിച്ചു കൊണ്ടുപോകുന്നത്. പ്രാർത്ഥിക്കുക. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഒത്തിരിയേറെ ആശ്വാസത്തിന്റെ, ഒത്തിരിയേറെ വിശ്വാസത്തിന്റെയും ഒക്കെ വചനം നമുക്ക് പകർന്നു തന്ന ദൈവത്തിന്റെ വചനം പ്രഘോഷിച്ച ആ അഴുകാത്ത നാവ്, ദൈവം അനുസരമാക്കിയ അഴുകാത്ത നാവ് കരങ്ങളിൽ
വിഘോഷിച്ചു. വാഴ്ത്തപ്പെട്ട നാവേ, എത്രമാത്രം ദൈവസ്തുതി രീതികൾ പാടിയത്. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് വിശുദ്ധന്റെ നാവ്. ആ വിശുദ്ധന്റെ നാവിന്റെ തിരുശേഷിപ്പ് തുടങ്ങുന്ന ദേവാലയമാണ്, തീർത്ഥാടന കേന്ദ്രമാണ് അപ്പോസ്തലന്റെ ഈ തീർത്ഥാടന കേന്ദ്രം. നമ്മൾ വണങ്ങുന്ന വിശുദ്ധന്റെ ആ തിരുശേഷിപ്പ് ഇപ്പോൾ ഇതാ പരസ്യ വണക്കത്തിനായി നമ്മുടെ മധ്യേ എഴുന്നള്ളിച്ചു പോവുകയാണ്. ഒത്തിരിയേറെ വിശ്വാസം പ്രഖ്യാപിച്ച, ദൈവവചനം പ്രഘോഷിച്ച, അനേകായിരങ്ങൾക്ക് സൗഖ്യം പകർന്നു തന്ന, അനേകായിരങ്ങൾക്ക് അനുഗ്രഹങ്ങൾ പ്രാപിച്ചു തന്ന അഴിയാത്ത നാവിനെ വണങ്ങിക്കൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. ഗായക സംഘത്തോട് ചേർന്ന് എല്ലാവരും ആരംഭിക്കുക. തിരുശേഷത്തിൻ്റെ പൊതുവായിട്ടുള്ള ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. സർവശക്തനായ ദൈവം അദോണീസ് പുണ്യവാന്റെ ശക്തിയേറിയ മധ്യസഹായത്താൽ നമ്മെല്ലാവരെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കനിഞ്ഞനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ ശിരസിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നതിനും അടിമ സമർപ്പിക്കുന്നതിനും വാങ്ങിയിട്ടുള്ള ജപമാലകളും തിരുസ്വരൂപങ്ങളും മറ്റ് വിശുദ്ധ വസ്തുക്കളും വെഞ്ചിരിക്കുന്നതിനുമുള്ള സൗകര്യം വലിയ ദേവാലയത്തിലുണ്ട്. തിരക്കുള്ള സമയമാണ്. നിങ്ങളുടെയും കുഞ്ഞുമക്കളുടെയും ആഭരണങ്ങളും മറ്റു വില പിടിച്ച വസ്തുക്കളും നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വലിയ ദേവാലയത്തിൽ ശിരസിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നതിനും അടിമ സമർപ്പിക്കുന്നതിനും